ആക്കാം. 1 സ്പൂൺ ചില്ലി സോസും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മിക്സ് ആക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്റ്റഫിംഗ് റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മാവ് മിക്സ് ആക്കി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ നാരങ്ങ വലിപ്പത്തിൽ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ചൂടാവുമ്പോഴേക്കും ഓരോ പരത്തിയത് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ചുട്ടെടുക്കാം.